ഡ്രോപ്പിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ടെസ്റ്റ്നെറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്ലാസ്മ ഫിനാൻസ് എന്നാണ് നമ്മുടെ ടെസ്റ്റ്നെറ്റിന്റെ പേര്. നമ്മൾ ഇതിനകത്ത് കുറച്ച് പരിപാടീസ് ഉണ്ട്. നമുക്ക് ഈ ടെസ്റ്റ്നെറ്റിനെ കുറിച്ച് ഡീറ്റെയിൽസ് കണ്ടത് നമ്മൾ കൺഫേം ചെയ്തത് ടെലഗ്രാം അവരുടെ ട്വിറ്റർ ഗ്രൂപ്പിലാണ്. ട്വിറ്റർ അക്കൗണ്ടിനകത്ത് ഫെബ്രുവരി 4-ാം തീയതി വന്ന ഒരു ടെസ്റ്റ് PST കോവൻ മെറ്റാമാസ്ക് യൂസ് ചെയ്തിട്ട് കോവൻ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ നമ്മുടെ മെറ്റാമാസ്കിന്റെ അകത്ത് ഗെറ്റ് കോവൻ ഫോസറ്റ് ഇതീരിയം നമുക്ക് വേണമെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഗെറ്റ് സം USDT ആവേ കോവൻ USDT കിട്ടും. പിന്നെ കണക്ട് മെറ്റാമാസ്ക് ആൻഡ് പ്ലാസ്മ ഫിനാൻസ് ആൻഡ് ചൂസ് കോവൻ നെറ്റ്വർക്ക്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. സോ നമുക്ക് നമ്മുടെ മെറ്റാമാസ്ക് നെറ്റ്വർക്ക് മാറ്റണം. നെറ്റ്വർക്ക് മാറ്റിയതിനു ശേഷം ഓക്കെ കോവനാണ് കിടക്കുന്നത്. ഓക്കെ, നമുക്ക് ആ സെറ്റ് ഒന്നും കിടക്കുന്നില്ല. സോ നമുക്ക് കുറച്ച് ഇതീരിയം വേണം. ഇതീര്യത്തിന് വേണ്ടി നമുക്ക് അഡ്രസ്സ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഇതീര്യത്തിന്റെ അഡ്രസ്സ് കിട്ടും. ഇതീരിയം അഡ്രസ്സ് നമുക്ക് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതീരിയം ലോഡിങ് ആവുന്നുണ്ട്. നമുക്ക് നോക്കാം എത്ര ഇതീരിയം കിട്ടുമെന്ന്. അതില് സി പ്ലെയിൻ മോട്ടോബസ് ഇതീരിയം റിസീവ് ആണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫോസറ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് 2-3 മാർഗം യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ വാലറ്റ് ഇവിടെ കണക്ട് ചെയ്തതിനു ശേഷം നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്തിട്ട് ചെയിൻ ലിസ്റ്റ് .org എന്ന് അടിച്ചു കൊടുത്താൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇടാം. ഇത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ മെറ്റാമാസ്ക് ഈ പേജുമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏത് നെറ്റ്വർക്കിനെയും നമുക്ക് നമ്മുടെ വാലറ്റുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് കോവനാണ് വേണ്ടത്. കോവൻ എടുക്കുമ്പോഴേക്കും അത് ഈ ഒപ്റ്റിമൈസ് കോവൻ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് കണക്ട് വാലറ്റ് കൊടുത്തിട്ട് ഇത് നമുക്ക് ആഡ് ചെയ്തിടാൻ പറ്റുന്നതാണ്. നമുക്ക് അങ്ങനെ ഏത് നെറ്റ്വർക്ക് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഈ ചെയിൻ ലിസ്റ്റിന്റെ അകത്ത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ ചെയിൻ ലിസ്റ്റിന്റെ തന്നെ ഫോസറ്റ് ഉണ്ട്. നമുക്ക് ഇതീരിയം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതീരിയം നമുക്ക് വേണം. ആ ഇതീരിയം കിട്ടാൻ നമുക്ക് ഈ ഫോസറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെയും കൂടെ കൊടുത്തു നോക്കാം. കോവൻ ഫോസറ്റിന്റെ അകത്ത് ടെസ്റ്റ് ഇതീരിയം കിട്ടിയാലേ നമുക്ക് കാര്യം നടക്കത്തുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇതീരിയം വേറെ ഇഷ്ടംപോലെ ഫോസറ്റ് ഉണ്ട്. കോവൻ ടെസ്റ്റ്നെറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഇതീരിയം നമുക്ക് കിട്ടുന്ന സ്ഥലമുണ്ട്. നമുക്ക് പല മാർഗത്തിൽ കൂടെ നമുക്ക് സെറ്റാക്കാൻ പറ്റും. ഇപ്പോ ഇനിഷ്യലൈസ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോ ഇവിടുന്ന് ഇത് സെൻഡ് എന്നാണ് കാണിക്കുന്നത്, പക്ഷെ നമുക്ക് അവിടെ ഇതീരിയം കിട്ടിയിട്ടില്ല. പിന്നെ അവർ നമ്മളോട് പറയുന്നത് ഗെറ്റ് സം ആവേ കോവൻ USDT ഫോസറ്റ്. നമുക്ക് USDT നമുക്ക് വേണം. അത് നമുക്ക് ആവേ എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി പോയാൽ അവിടെ നമുക്ക് ഇത് USDT ഫോസറ്റ് കിട്ടുന്നതാണ്. സോ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അവരുടെ വെബ്സൈറ്റ് നമ്മൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനു മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ മെറ്റാമാസ്കിന്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള കോയിൻസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് സെറ്റാക്കി വെക്കേണ്ടതാണ്. സോ അത് നമുക്ക് ആദ്യം ചെയ്യാം. നമ്മുടെ മെറ്റാമാസ്കിന്റെ അകത്ത് ഇപ്പൊ എന്തൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഒന്നും വന്നിട്ടില്ല ഇതുവരെ. സോ ഒന്നും റിസീവ് ആയിട്ടില്ല. ഞാൻ ഒന്ന് ഏതെങ്കിലും ഫോസറ്റ് വഴി കണക്ട് ചെയ്ത് സെറ്റ് ആക്കാൻ പറ്റും നോക്കട്ടെ. ഇവിടുന്ന് കിട്ടേണ്ടതാണ്, പക്ഷെ സെൻഡ് കിടക്കുന്നു, പക്ഷെ ഇതുവരെ റിസീവ് ആയിട്ടില്ല. സക്സസ്ഫുൾ അറൌണ്ട് 0.000 സംതിങ്, പക്ഷെ റിസീവ് ആയിട്ടില്ല ഇതുവരെ. നമുക്ക്
കുറച്ച് ഇതീരം കിട്ടും നോക്കാം. സോ നമുക്ക് ആവയുടെ സൈറ്റിൽ കയറണം. ഇതീരം കിട്ടാൻ ക്ലോസ് ചെയ്യാം. നമുക്ക് ആവയുടെ സൈറ്റിൽ കയറാം. ഇവിടെ നമുക്ക് സൈറ്റ് ഉണ്ട്. സോ നമുക്ക് ഓൾറെഡി തന്നെ ഞാനിപ്പം മാറ്റി വെച്ച് കൊടുത്തിരിക്കുന്ന ടെസ്റ്റ്നെറ്റ് വഴി എനിക്ക് കിട്ടിയില്ല. സോ ഞാൻ അതുകൊണ്ട് തന്നെ അതിന്റെ മെയിൻ പേജിലോട്ട് പോവുക, ഹോമിലോട്ട് വരിക. ഹോമിൽ വന്നതിന് ശേഷം മോർ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഫോസറ്റ് ക്ലിക്ക് ചെയ്യുക. പക്ഷെ നമുക്ക് വേണ്ടത് USDT ആണ്. സോ USDT കണക്ട് വാലറ്റ് കൊടുക്കുക. സോ നമുക്ക് ബ്രൗസർ വാലറ്റ് കണക്ട് ചെയ്യാം. കൺഫേം കൊടുക്കുക, കണക്ട് കൊടുക്കുക. ഫോസറ്റ് കൊടുക്കുക. കണക്റ്റായി. ട്രാൻസാക്ഷൻ പെൻഡിങ് ആണ്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിവിടെ ഈ ഇതിലും കൊടുത്തിട്ട് നമുക്ക് ഈ വർക്കൗട്ട് ആയില്ല. നമുക്ക് ചില സമയത്ത് നമുക്ക് വർക്കൗട്ട് ആകാതെ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയിൻ ലിസ്റ്റിന്റെ തന്നെ ഫോസറ്റ് ഒക്കെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇവിടെ നമ്മൾ ഇതിലും സെൻഡ് ചെയ്തതാണ്, പക്ഷെ അത് നമുക്ക് റിസീവ് ആയി കിട്ടിയിട്ടില്ല. സോ ചില സമയത്ത് ഇങ്ങനെ പ്രശ്നം വരും. ഇത് ഫ്രീ നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ആകുമ്പോൾ വരുന്ന പ്രശ്നമാണ്. സോ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ കോവൻ വാലറ്റിന്റെ അകത്ത് നമുക്ക് കുറച്ച് ഇതീരം നമ്മുടെ USDT അത് പല ഏതെങ്കിലും ഒക്കെ ഫോസറ്റ് വഴി യൂസ് ചെയ്തിട്ട് കോവൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതീരം അത്രയും സെറ്റാക്കി ചെയ്യുക. അത്രയും ചെയ്തു സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഓൾറെഡി കണക്ട് ആക്കിയിട്ടിരിക്കുവായിരുന്നല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ വാലറ്റ് എടുത്ത് നോക്കാം. വാലറ്റിന്റെ അകത്ത് നമുക്ക് കുറച്ച് ഫണ്ട് വന്നിട്ടുണ്ട് നോക്കാം. വാലറ്റ് കണക്ഷൻ കുറച്ച് ലേറ്റ് ആണ്. അപ്പൊ നമ്മുടെ വാലറ്റ് ഓൾറെഡി ഇവിടെ കോമൺ കണക്ട് ആയി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഡിപ്പോസിറ്റിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും. USDT നമുക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വാലറ്റിനകത്ത് കാണാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് സംഭവം നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഫോസറ്റിന്റെ അകത്ത്. നമുക്ക് അതുപോലെ നമുക്ക് ഫോസറ്റ് അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്രയും എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ കുറച്ച് ഇതീരം ഉണ്ടെന്ന് തന്നെ. ഓക്കെ, സോ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പ്ലാസ്മ ഫിനാൻസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി നമ്മുടെ വാലറ്റിന്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ സെറ്റാണ്. സോ നമുക്ക് വാലറ്റ് ഓപ്പൺ ആക്കി കാണാൻ പറ്റുന്നില്ല, എന്തോ സ്റ്റക്കാണെന്ന് തോന്നുന്നു. ഇവിടെ ബാക്കി ഫോസറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കോയിൻ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, നമുക്കിത് കാണാൻ പറ്റും. പക്ഷെ നമുക്കിത് കോയിൻസ് ഉണ്ട്, അസറ്റ് നമുക്ക് കാണാൻ പറ്റും. കണക്ട് ചെയ്ത് ഇവിടെ കാണിക്കത്തില്ല. ടോക്കൺ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ടോക്കൺ കൊടുക്കാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. അതിനുശേഷം നമുക്ക് ഇനി നമ്മുടെ പ്ലാസ്മ ഫിനാൻസിൽ പോയിട്ട് നമുക്ക് ആപ്പ് ലോഞ്ച് ചെയ്ത് നമുക്ക് നമ്മുടെ മെറ്റാമാസ്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാം. നമുക്ക് വാലറ്റ് കണക്ഷൻ പോകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മെറ്റാമാസ്ക് സെലക്ട് ചെയ്യുക, അക്സെപ്റ്റ് കൊടുക്കുക, മെറ്റാമാസ്ക് സെലക്ട് ചെയ്യുക. മെറ്റാമാസ്ക് സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ടുണ്ട്. സോ നമുക്ക് കൺഫർമേഷൻ കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തു, കണക്ട് കൊടുത്തു. ഓക്കെ, കണക്ട് എന്ന് കാണിച്ചു. നമുക്കിവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ സ്വാപ്പ് ഇൻട്രസ്റ്റ് കണ്ടിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ 3 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. 4 കാര്യങ്ങൾ. ഒന്ന് സ്വാപ്പ് ചെയ്യണം, ഒന്ന് ബ്രിഡ്ജ് ചെയ്യണം, ഒന്ന് ലിക്വിഡിറ്റി പൂൾ ആഡ് ചെയ്യണം, അതുപോലെ സേവിങ്സ് ആഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ടാസ്ക് നമുക്ക് ഏകദേശം സെറ്റാണ്. അപ്പൊ നമ്മുടെ കോവൻ നമ്മൾ കണക്ട് ആക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, കോവൻ വാലറ്റ് കാണാൻ പറ്റും. നമ്മുടെ വാലറ്റും കണക്ട് ആയിട്ട് നമ്മുടെ 0.19 ഇതുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പോർട്ട്ഫോളിയോ ജസ്റ്റ് നോക്കാം. അസറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് നമ്മുടെ സ്വാപ്പിംഗ് പോകും. നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് സ്വാപ്പിംഗ് ആണ്. സോ സ്വാപ്പിംഗ് ക്ലിക്ക് ചെയ്യുക.
സ്വാപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ നേരം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ ഇതീരിയവും ഇവരുടെ തന്നെ പ്ലാസ്മ PPA എന്ന കോയിനും കൂടെ നമുക്ക് സ്വാപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് മാക്സിമം വേണ്ട, നമുക്കൊരു 0.5 എത്രയാ 0.10 നമുക്ക് സ്വാപ്പ് ചെയ്യാം. 10 സ്വാപ്പ് ചെയ്യാൻ നേരം നമുക്ക് ഇത്രയും കിട്ടും ഏകദേശം. ഓക്കെ, സ്വാപ്പ് കൊടുത്തു. കൺഫർമേഷൻ, നമ്മുടെ മെറ്റാമാസ്ക് കൺഫർമേഷൻ. ഫുള്ള് നമുക്കിട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ ഫീസ് നമുക്ക് പേ ചെയ്യാൻ കുറച്ച് ഈതർ നമ്മുടെ വാലറ്റിൽ വേണം. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചെയ്യുന്നത് ബ്രിഡ്ജിങ് ആണ്. നമുക്ക് അടുത്ത ഓപ്ഷൻ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിനി ബ്രിഡ്ജിങ്ങിലോട്ട് പോവാം. കൺഫർമേഷൻ ആയിട്ടുണ്ട്. സോ ഇനി അത് ബ്രിഡ്ജിങ്ങിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് ഈതറും തമ്മിൽ നമുക്ക് ബ്രിഡ്ജ് ചെയ്യാം. രണ്ട് നെറ്റ്വർക്ക് ഫോർ ചെയിൻ നമുക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം ഇത് കൊടുക്കാം. സോ 0.003 കൊടുക്കാം. നമുക്ക് മാക്സിമം 0.04 കൊടുത്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, കൺഫേം ബ്രിഡ്ജിങ് നമ്മൾ ചെയ്യുകയാണ്. കൺഫർമേഷൻ ചെയ്താൽ നെറ്റ്വർക്ക് കൺഫർമേഷൻ മെറ്റാമാസ്ക് വരും. അങ്ങനെ 3 കൺഫർമേഷൻ. നമ്മൾ ഈ ടെസ്റ്റ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിന്റെ റിവാർഡായിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവര് എത്രമാത്രം ടെസ്റ്റ്നെറ്റ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ബട്ട് ടെസ്റ്റ് ചെയ്ത് റിവാർഡ് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ലോട്ടറി അടിച്ചാലോ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുകയാണ്. സോ ഫിനിഷ് ആയി. സോ നമുക്കിനി ലിക്വിഡിറ്റി ആഡ് ചെയ്യാം. ലിക്വിഡിറ്റി പൂൾ നമുക്ക് പോവാം. നമുക്കിപ്പം ലിക്വിഡിറ്റി ആഡ് ചെയ്യാൻ നമ്മുടെ കൈ ഉള്ള 2 ടോക്കൺസ് ഉണ്ട്. നമ്മുടെ കുറച്ച് ഈതറും ഉണ്ട്, PPA വഴിയും ഉണ്ട്. സോ ലിക്വിഡിറ്റി ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇനി അടുത്ത ഓപ്ഷൻ നമ്മൾ ലിക്വിഡിറ്റി പൂൾ ആഡ് ചെയ്യണം. അത് നമ്മൾ ഇത് സെലക്ട് ചെയ്താണ് DAI PPA കൊടുത്താൽ അതിന് മാനേജ് ലിക്വിഡിറ്റിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. മാനേജ് ലിക്വിഡിറ്റി സെലക്ട് ചെയ്തതിന് ശേഷം ഫുള്ള് നമുക്ക് ലിക്വിഡിറ്റി ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് മാക്സിമം കൊടുത്തിട്ട് ഞാൻ ലിക്വിഡിറ്റി ആഡ് ചെയ്യുകയാണ്. ഇൻസഫിഷ്യൻ്റ് ആയ അവിടെ നമുക്ക് തീരെ ആക്കി കൊടുക്കാം. ഓക്കെ, തീരെ ആക്കി കൊടുത്തു കഴിയുമ്പോഴേക്ക് നമുക്ക് അപ്രൂവൽ തീർക്കുക. നമുക്ക് ഡയ നമ്മൾ ചെയ്തത് നമ്മൾ ഇതീരിയം അല്ല നമ്മൾ ചെയ്തപ്പോൾ. സോ നമുക്ക് ഇതീരിയം ആക്കി കൊടുക്കാം. കൺഫേം കൊടുത്തു. വെയിറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം പറഞ്ഞ വളരെ സിമ്പിളാണ്, കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. കൺഫേം സപ്ലൈ. ഇനി ലിക്വിഡിറ്റി നമ്മൾ ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഒരു കാര്യമാണ് ചെയ്യുന്നത്. നമുക്ക് ലിക്വിഡിറ്റി കുറച്ച് റിമൂവ് ചെയ്യണം. ലിക്വിഡിറ്റി കൂടി നമുക്ക് കുറച്ച് റിമൂവ് ചെയ്യണം. അത് നമുക്ക് മാനേജ് ലിക്വിഡിറ്റി എടുത്തിട്ട് നമ്മുടെ പൂള് നമുക്ക് റിമൂവ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ പൂളിനകത്ത് വന്നിട്ടില്ല. എനിക്കൊരു കൺഫർമേഷൻ ആയി വരാനുണ്ട്. സോ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതാണ്. റീഫ്രഷ് ചെയ്ത് നമുക്ക് നോക്കാം.
ഓക്കെ, അവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. കുറച്ച് നമുക്ക് റിമൂവ് ചെയ്യാം. അതിന് നമുക്ക് കുറച്ച് റിമൂവ് ചെയ്താൽ മതി. അതിൽ 50% നമ്മൾ ലിക്വിഡിറ്റി നമ്മൾ റിമൂവ് ചെയ്യുക. അത് ഓൾറെഡി ലിക്വിഡിറ്റിക്ക് അവിടെ മാനേജ് എന്ന ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്രൂവൽ കൊടുത്തു. അതിനുശേഷം ഫുള്ള് റിമൂവ് ചെയ്തേക്കില്ല, 50%, 50% മാത്രമേ നമുക്ക് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. റിമൂവ്. ഇനി നമുക്ക് റിമൂവ് ചെയ്തു. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് സേവിങ്സ് ആണ്. സേവിങ്സിന്റെ അകത്ത് നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് PPA സേവിങ്സ് നമുക്ക് PPA സ്റ്റേക്കിംഗ് കൊടുക്കാം. അതിനകത്ത് നമുക്കിപ്പോൾ ഓൾറെഡി ബാലൻസ് ആയിട്ട് വന്നിരിക്കുന്നത് ഒന്നാണ്. നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റത്തില്ല. സോ നമുക്കതിനായിട്ട് 1 കൊടുക്കാം. ഒരെണ്ണം വെച്ച് നമുക്ക് ചെയ്യാം. സോ അപ്രൂവൽ കൊടുക്കുക. കൺഫർമേഷൻ ആയി വരുന്നുണ്ട്. വെയിറ്റിംഗിലാണ്. അപ്രൂവൽ ആയി വരുന്നുണ്ട്. നമുക്ക് അതിനുശേഷം നമുക്ക് ഡിപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. സോ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഡിപ്പോസിറ്റ്. കൺഫേം കൊടുക്കുക. ഓക്കെ, ഈ പ്രോസസ് കഴിഞ്ഞു. നമ്മൾ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്തു. നമ്മൾ സ്വാപ്പ് ചെയ്തു, ബ്രിഡ്ജ് ചെയ്തു, ലിക്വിഡിറ്റി പൂൾ ആഡ് ചെയ്തു, സേവിങ്സ് ആഡ് ചെയ്തു. ഇത്രയും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. കുറച്ച് പാടാണ്, കാരണം നമുക്ക് നമ്മുടെ ഫോസറ്റ് വഴി നമ്മുടെ മെറ്റാമാസ്കിന്റെ കോവൻ എന്ന് പറഞ്ഞിട്ട് നെറ്റ്വർക്കിലോട്ട് ഫണ്ട് ആഡ് ചെയ്ത് വന്ന് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് മെയിൻലി ഉള്ളത്. അല്ലാത്ത പക്ഷം എല്ലാം ഓക്കെയാണ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് നെറ്റ് ആണിത്. ലിക്വിഡിറ്റി നമ്മൾ റിമൂവ് ചെയ്തായിരുന്നു, ലിക്വിഡിറ്റി നമ്മൾ റിമൂവ് ചെയ്യണം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എയർഡ്രോപ്പ് ആണ്. സോ ഇതെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു.